നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് കുറേ ആളുകൾ മെസ്സേജ് അയച്ച് ഇൻബോക്സിൽ ചോദിക്കാറുണ്ട്, ഏവിയേറ്റർ ഗെയിം കളിക്കുന്നതിൻ്റെ ടിപ്സ് പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാക്ക് ഉണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് പറയുകയാണ്, ഇതൊരു ശീലമാക്കരുത്. ശരി, അപ്പോൾ ഇതിൻ്റെ ടിപ്സ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏവിയേറ്റർ ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഏത് മോഡലുള്ള ഗെയിമാണ് കളിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും, ഇപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഇങ്ങനെ ചോദ്യങ്ങൾ തുടർച്ചയായിട്ട് വന്നപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ അത് ഞാൻ മിക്കവാറും തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ എല്ലായ്പ്പോഴും ഇരുന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ജോലിയൊക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും ഞാൻ ഫ്രീ ആവുന്ന സമയത്ത്, ഇതുപോലെ വീഡിയോ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അടയൊക്കെ ആയിരിക്കും സാധാരണ എനിക്ക് ഫ്രീ ഉള്ള ഡേ, അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ കണ്ടത് എന്നുള്ള ഒബ്സർവേഷൻ വെച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ആ ഗ്രാഫ് അഥവാ ചാർട്ട് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കാണാൻ പറ്റും, ഓരോ റൗണ്ട്സും കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളത്. ആ റൗണ്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ അതിനൊരു ടെൻഡൻസി ഉണ്ട്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു ടെൻഡൻസി പോലെ ഒന്നെങ്കിൽ അതൊരു ഗ്രോത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഡിക്ലൈൻ ഉണ്ടാകും. ഇതിനിടയിൽ ഇടയ്ക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് പോയിന്റിൽ വെച്ചിട്ട് ഇത് ചേഞ്ച് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. ആ ഷിഫ്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിങ്ങൾ സ്കിപ്പ് ആവുക, ചെയ്യാതിരിക്കുക, അതായത് ഗെയിം കളിക്കാതിരിക്കുക. അതിനുശേഷം പതുക്കെ ഗ്രോത്ത് വരുന്ന സ്റ്റേജ് കാണാൻ പറ്റും. ഇപ്പോൾ ലൈക്ക് ഒരെണ്ണം 1.2 പോയി വിചാരിക്കുക, എന്നിട്ട് ചിലപ്പോൾ അടുത്ത ഓട് വരുന്നത് 2 ദെൻ അടുത്ത ഓട് വരുന്നത് 1.3 അപ്പോൾ അവിടെ ഒരു ലോയും ഒരു ഹൈയും, അടുത്തത് ലോ അടുത്തത് ഹൈ, ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ 2 ലോയും ഒരു ഹൈയും, അങ്ങനൊരു പാറ്റേൺ കാണാൻ പറ്റും. ഇനി അതുമല്ലെങ്കിൽ മൂന്നാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് 2 ഹൈ വിന്നിങ് ഏരിയയും ഒരു ലോ ഏരിയയും, അല്ലെങ്കിൽ 2 ഹൈ 2 ലോ, ഇങ്ങനെയായിരിക്കും പോവുക. ഇത് ഒന്നാമത്തെ ഒരു ടിപ്പ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എപ്പോഴാണ് ഈ പറയുന്ന ക്രാഷാകുന്ന പോയിൻ്റ് 10 അവസാനിക്കുന്നതെങ്കിൽ അടുത്തതോ തൊട്ടടുത്തത് വരുന്നതോ ഉറപ്പായിട്ടും 1.5 മുകളിലായിരിക്കും, ഗ്യാരണ്ടീഡ്. ഓക്കെ, അല്ലെങ്കിൽ 1.0, 1.01 എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് 1.5 മുകളിലേക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ നമുക്ക് ടിപ്പുകൾ കണ്ടെത്താൻ പറ്റും, ഗ്യാരണ്ടീഡാണ്. ഇതെല്ലാം ഒബ്സർവേഷനാണ്, നോട്ട് ഫോർ എനി പ്രഡിക്ഷൻ വാല്യൂ ഒന്നുമില്ല. ഇനി കുറച്ചധികം ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പോൾ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.